നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കാം. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ 4 പോയിന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. മക്കളെ, പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ശമ്പളം ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, ഒഴിവുകളായിക്കോട്ടെ, പ്രൊമോഷൻ സാധ്യതകളായിക്കോട്ടെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ സാലറി സ്കെയിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ എക്സാം മറ്റുള്ള എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ സാലറി ബെനിഫിറ്റ് തന്നെയാണ്. മക്കളെ, ഒന്ന് നോക്കിയാൽ ഇവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രകാരം, അത് 571/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ പ്രകാരം സാലറി ആയിട്ടുണ്ടായിരുന്നത് 51,400 മുതൽ 1,10,300 വരെയാണ്. ഇതിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. ഇതൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ സാലറി നോക്കിയാൽ സാധാരണ ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതായത് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, അതിന്റെ സാലറി എന്ന് പറയുന്നത് 39,000 റേഞ്ചാണ് അല്ലേ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അങ്ങനെ ഡിഗ്രി നിലവാരത്തിലുള്ള ഏത് പരീക്ഷ എടുത്താലും സാലറി 40,000 താഴെയാണ്. പക്ഷെ ഇവിടെ ബേസിക് പേ തന്നെ 51,400 ആണ്. അതിന്റെ കാരണം നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ് എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിന്റെ നാഥനായി പച്ചമഷിക്ക് ഒപ്പിടാൻ കഴിയുന്ന ഒരു ഗസറ്റഡ് റാങ്കിലേക്കാണ് നിങ്ങൾക്ക് നിയമനം കിട്ടാനായിട്ട് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി മക്കളെ നോക്കിയടാ, ഇതിന്റെ സാലറി ഞാൻ അന്വേഷിച്ചറിഞ്ഞത് വെച്ച ബേസിക് പേ ആയിട്ട് 51,400 ആണെങ്കിലും ഗ്രോസ് സാലറി ആയിട്ട് ഒരു മാസം ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക്, ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കാര്യമല്ല, ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് 72,000 രൂപ ഗ്രോസ് സാലറി ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഗ്രോസ് സാലറിക്കകത്തിൽ വർഷാവർഷം വീണ്ടും എന്ത് കിട്ടുന്നുണ്ട്? ഇൻക്രിമെന്റ് വരും. 1000 രൂപ വീതം എല്ലാ വർഷവും ഇൻക്രിമെന്റ് വരും. ഹൗസ് റെന്റ് അലവൻസ് വരും, HRA വരും, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇതിൽ നിന്ന് കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞ് മിച്ചം എത്രയാണ് വരിക? 58,000 മുതൽ 59,000 രൂപ വരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെറ്റ് സാലറി ആയിട്ട് ഒരാളുടെ കയ്യിലേക്ക് കിട്ടും. അപ്പൊ സാലറി അത്യാവശ്യം നല്ല സാലറിയാണ്. ഡിഗ്രി നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന സാലറിയാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷനിലൂടെ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി മക്കളെ, കട്ട് ഓഫ് എത്രയായിരുന്നു? കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് 49 ഏതാണ്ട് 38,000 ആളുകളെ പ്രവേശിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും 40,000 ആളുകൾ വരണമെങ്കിൽ വലിയ കട്ട് ഓഫിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ സിലബസ് എന്താണ്? മക്കളെ, പ്രിലിംസിന്റെ സിലബസ് 100 മാർക്കിന്റെ ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഇതിലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ബേസിക് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതിൽ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ് ഹൈ പ്രയോറിറ്റി. 50 മാർക്കുണ്ട്. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40,000 ആളുകൾ മെയിൻസ് പരീക്ഷ എഴുതും. മെയിൻസ് 2 ഘട്ടങ്ങളാണെങ്കിൽ 2 പേപ്പറുകളായിട്ടാണ് നടക്കുക. ആകെ 200 മാർക്കിന്റെ 100 വീതം 2 പേപ്പറുകൾ, അതും ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഫസ്റ്റ് പേപ്പർ പ്രിലിംസിന് പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ്, ജസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം കൂടുതൽ വരും, കറണ്ട് അഫെയറും വരും. പേപ്പർ 2 വരുമ്പോൾ അവിടെ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. പക്ഷെ അതിലും ഇന്ത്യൻ എക്കോണമിയും ഇന്ത്യൻ പൊളിറ്റിയും എക്സ്ട്രാ കയറി വരുന്നുണ്ട്. നമ്മൾ പഠിച്ചത് തന്നെയാണ് അവിടെയും വരിക. ഇത് കൂടാതെ ഫേസ് 2 കംപ്ലീറ്റ് ആക്കിയാൽ പിന്നീട് ഒരു ഇന്റർവ്യൂവും കൂടി കാണും. ആ ഇന്റർവ്യൂവിനും കൂടി ശേഷമായിരിക്കും എന്ത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ലഭിക്കുന്ന എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സാലറി കണ്ടു, സിലബസ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി മക്കളെ, നിങ്ങൾ അറിയേണ്ടത് പ്രമോഷൻ സാധ്യതകളാണ്. നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ ഗസറ്റഡ് റാങ്ക് വരെ, അതായത് ഗസറ്റഡ് റാങ്കിൽ തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്, കൺഫേർഡ് IPS ആയിട്ട് റിട്ടയർഡ് ആകാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. അതുമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് കൺഫേർഡ് IAS ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പോകാവുന്ന ഒരു പോസ്റ്റ് ആണ് ഏത്? പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയുക. അപ്പൊ അത്രയും പ്രമോഷൻ സാധ്യതകളും നിങ്ങൾക്ക് ഈ പോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നിലവിൽ എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട്? അതാണ് ഇനി നിങ്ങൾ അറിയേണ്ടത്. നിലവിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? 207 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. ഓക്കെ, നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന്
207 അഡ്വൈസുകൾ. അതായത് 150ഓളം അഡ്വൈസുകൾ പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ നിങ്ങൾ ആദ്യം എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു സാലറിയിൽ, ഗസറ്റഡ് റാങ്കിൽ, നല്ല ബഹുമാനം കിട്ടുന്ന ഒരു പോസ്റ്റിൽ, റെസ്പോൺസിബിൾ ആയുള്ള ഒരു പോസ്റ്റിൽ ജോലി ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മക്കളെ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരുപാട് നിങ്ങൾ ആലോചിച്ച സമയം കളയരുത്. നിങ്ങളുടെ മുൻപിൽ ഇനിയും വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡിഗ്രി ലെവലിന്റെ മിഷൻ ഡിഗ്രി ലെവൽ ബാച്ച് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇത് പ്രിലിംസ്, അതേപോലെ തന്നെ മെയിൻസ്, അതേപോലെ തന്നെ ഇന്റർവ്യൂ, ഇത്രയും ഗൈഡൻസ് വരുന്ന ഒരു ബാച്ചാണ്. ഒരു പ്രോപ്പർ മെന്റർഷിപ്പിന്റെ സഹായത്തോടെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ ജോലി ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കോടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ 8281223366 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് തന്നെ എന്ത് പോകാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. നിങ്ങൾ എല്ലാവരും ബാച്ചിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.